അങ്ങനത്തെ ഈ ഒരു 2025 അവസാനിക്കാൻ മുമ്പ് ആദ്യം വലിച്ചെറിയുന്നത് എന്തായിരിക്കും? അത് മിക്കവാറും ഒരു കലണ്ടർ ആയിരിക്കില്ലേ. ഒട്ടുമിക്ക വീട്ടിലും വലിച്ചെറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ചിലരാണെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കും, കുട്ടികളുടെ വല്ല പുസ്തകം പൊതിയാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് സൂക്ഷിച്ച് വെക്കും. പിന്നെ ഈ കലണ്ടറാണെങ്കിൽ ചിലർ എടുത്തു വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ മുകളിൽ എഴുതി കുറിച്ചിട്ടുണ്ടായിരിക്കും. ബില്ലുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിക്കാനുള്ള മെമ്മോസോ, പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പിറന്നാളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൂത്രപ്പണിക്ക് ഓർമ്മിച്ചെടുക്കാൻ എളുപ്പത്തിൽ നമ്മളിത് ആ കലണ്ടറിൻ്റെ മുകളിൽ എഴുതി കൂട്ടിയിട്ടുണ്ടായിരിക്കും. ചിലവരാണെങ്കിൽ കലണ്ടർ ഒട്ടും ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല. അത് പുത്തം പോലെ തന്നെ അങ്ങനെ വീട്ടിൻ്റെ ചുമരിൽ തൂങ്ങിയിറക്കുണ്ടായിരിക്കും. പല പല കലണ്ടർ ഉണ്ടാകുമ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും 2025 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കലണ്ടർ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ടേബിളിൽ വെച്ചിരിക്കുന്ന കലണ്ടറുകളാണെങ്കിൽ ആ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും 2026 അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ പഴയ കലണ്ടറൊന്നും ഇല്ലേ, എന്ന് നല്ല കട്ടിയുള്ള ചട്ട എടുത്താലും മതി. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് 2026 എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർണ്ണാഭമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പഴയൊരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്ന് ഊരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പഫ് പോലെ സാധനം ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാൻ നോക്കി, അത് ഏറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിത് ആ ട്യൂബ് തന്നെ ഒന്നിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പാക്കി കൊടുത്തിട്ട് ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങനെ വാരി പൂശിയിട്ടുണ്ട്. ആകെ പൊട്ടി വിരിയുന്ന പോലെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏത് പേപ്പറിന് ഇതുപോലെ സൂപ്പർ ടെക്സ്റ്റേഴ്സ് ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മാസ്കിംഗ് ടേപ്പൊക്കെ ഒന്ന് ഊരി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ വെച്ചിട്ട് ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു 2026 നമ്മുടെ ടേബിൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കലണ്ടറൊക്കെ ആക്കി പിന്നീട് മാറ്റം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.